T20 ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ തുടക്കം പാളിയതോടെ ശേഷിച്ച രണ്ട് കളിയും ഇന്ത്യക്ക് ഡു ഓർ ഡൈ ആയി മാറിയിരിക്കുകയാണ് കേട്ടോ. വ്യാഴാഴ്ച ചെന്നൈയിൽ ചെപ്പോക്കിൽ സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പോരാട്ടം വരാനായിട്ട് പോകുന്നത്. അതിനുശേഷം അവസാന മത്സരം അടുത്ത ഞായറാഴ്ച കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡനിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് കേട്ടോ. ഈ രണ്ട് മത്സരങ്ങളിലും മികച്ച മാർജിനിൽ ജയിക്കുന്നതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക ശേഷിച്ച രണ്ട് കളി ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു നെറ്റ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ സെമി പ്രവേശനം. സിംബാബ്വേയുമായിട്ട് അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ പ്ലേയിങ് 11 ഉൾപ്പെടുത്തണമെന്ന ആവശ്യമായിട്ട് ഒരുപാട് മുൻ ഇന്ത്യൻ താരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സിംബാബ്വേയുമായിട്ടുള്ള അടുത്ത മത്സരത്തിൽ തിലക് വർമ്മയ്ക്ക് പകരം പ്ലേയിങ് 11 സഞ്ജു സാംസണെ കൊണ്ടുവരണമെന്നും സഞ്ജു സാംസണ് കിട്ടുന്ന സപ്പോർട്ട് എന്തായാലും ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റുമെന്നെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു കേട്ടോ മുൻ താരങ്ങൾ. അതുമാത്രമല്ല, അടുത്ത മാസം അവസാനത്തോടെ തുടങ്ങാനിരിക്കുന്ന IPL ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങേറാൻ പോവുകയാണ് സഞ്ജു. ഇതിനു മുന്നോടിയായിട്ട് CSKയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണമെന്നും അത് ഇന്ത്യൻ ടീമിന് വലിയ രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് 3 ഇത്തവണ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതുകൂടാതെ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനും ഉൾപ്പെടെയുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ ക്ലിക്കായിട്ടില്ല. 3-ാം നമ്പറിൽ തിലക് വർമ്മയും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു പൊസിഷനിലേക്കായിട്ട് സഞ്ജു സാംസണെ കൊണ്ടുവരണം, മിക്കവാറും തിലക് വർമ്മയ്ക്ക് പകരം തന്നെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിലക് വർമ്മ ഈ കഴിഞ്ഞ കളികളിലെല്ലാം തന്നെ വളരെ ലോ സ്കോറിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ ടീമിൻ്റെ സ്കോറിങ്ങിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നെല്ലാം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. മെയിനായിട്ടും ഓപ്പണിങ്ങിൽ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞു പറഞ്ഞാൽ തുടർന്ന് റൺസ് ഉയർത്താനുള്ള റൺ റേറ്റ് കയറ്റാനുള്ള ഒരു അവസരം അദ്ദേഹം ഒരുക്കുന്നില്ല. അദ്ദേഹം ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞു പറഞ്ഞാൽ അത് പിന്നെ സ്ലോ ആക്കി കൊണ്ടുവരികയാണ് എന്നും പിന്നെ അതുകൂടാതെ നല്ല രീതിയിൽ ഒരു റൺ റേറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് നിലനിർത്താനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നെല്ലാം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ കോമ്പിനേഷൻ എന്നെല്ലാം പറഞ്ഞ് ഒതുക്കി നിർത്താതെ അദ്ദേഹത്തിന് കളിക്കാൻ വഴിയൊരുക്കണമെന്നും അദ്ദേഹം കിട്ടിയ ഒരു അവസരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുതലാക്കിയിട്ടുണ്ട്. 8 ബോളിൽ 22 എന്ന് പറഞ്ഞൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോർ എടുത്തിട്ടുണ്ട്. അതിൽ 3 സിക്സർ ഉൾപ്പെടെയാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് എന്നെല്ലാം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സിംബാബ്വേയുമായിട്ടുള്ള മത്സരത്തിൽ ചെപ്പോക്കിൽ തന്നെ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്നും തുടർന്നുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഇറക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.